നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജില്ലയിലെ ആദ്യത്തെ വയോജന വ്യായാമ കേന്ദ്രം അസൗകര്യം കൊണ്ട് വീർപ്പുമുട്ടുന്നു. വികസിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു. ലോഡ്ജിൽ വെച്ച് 2.58 ഗ്രാം MDMA-യുമായി കേബുരം താമരക്കുളം സ്വദേശിയെ താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗാസയിൽ യുദ്ധവും വെടിനിർത്തലും തുടരുന്നതിൽ പുത്തൻതെരു വായനശാല പരിസരത്ത് കേബുരം VR നായനാർ സ്മാരക ഗ്രന്ഥശാല പ്രവർത്തകർ പ്രതിഷേധം രേഖപ്പെടുത്തി. ശാന്തിഗിരി ആശ്രമം തെയ്യാല ബ്രാഞ്ചിൽ ശാന്തിഗിരി സാംസ്കാരിക വിഭാഗങ്ങളുടെ ഭാരവാഹികൾക്കായുള്ള പഠന ശിബിരം നടത്തി. മലപ്പുറത്ത് നടത്തിയ വനിതാ കമ്മീഷൻ അദാലത്തിൽ 12 പരാതികൾ തീർപ്പാക്കി. മന്ദാരം പബ്ലിക്കേഷൻ ലിറ്ററേച്ചർ ഓഫ് ലവ് സാഹിത്യ സംഗമവും 2 സാഹിത്യകൃതികളുടെ പ്രകാശനവും നടന്നു. വിശദമായ വാർത്തകൾ. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുനാവായ പഞ്ചായത്ത് പകൽ വീടിനോട് ചേർന്ന് വയോജനങ്ങൾക്കായി നിർമ്മിച്ച ആദ്യത്തെ വ്യായാമ പാതയും ഓപ്പൺ ജിംനേഷ്യം പാർക്കും അസൗകര്യം കൊണ്ട് വീർപ്പുമുട്ടുന്നു. ജില്ലയിൽ വയോജനങ്ങൾക്കായി സമർപ്പിച്ച ആദ്യത്തെ വ്യായാമ പാർക്കാണിത്. വയോജനങ്ങൾക്കായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച ഏറ്റവും മാതൃകാപരമായ പദ്ധതികളിലൊന്നാണ് പുതിയ വ്യായാമ കേന്ദ്രമെന്നും ഇതിന് 10 ലക്ഷം രൂപ കൂടി അനുവദിച്ച് വിപുലീകരിക്കണമെന്നും ഉദ്ഘാടന വേളയിൽ പ്രസിഡന്റ് പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെ മെയിൻ്റനൻസ് വർക്ക് പോലും നടത്തിയിട്ടില്ലെന്നാണ് ആരോപണം. ഓപ്പൺ ജിംനേഷ്യത്തിൽ നിരവധി പേരാണ് രാവിലെയും വൈകുന്നേരവുമായി ഇവിടെ എത്തുന്നത്. ജീവിതശൈലീ രോഗങ്ങളിൽ നിന്ന് പലരും ഒരു പരിധിവരെ മുക്തരാവുന്നതിൽ ദിനം തോറും നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. പൂർണ്ണമായ ജിംനേഷ്യം പാർക്കാക്കി മാറ്റുന്നതിന് ജില്ലാ പഞ്ചായത്ത് വാഗ്ദാനം ചെയ്ത ഫണ്ട് ഉടനെ അനുവദിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. വിവിധ പഞ്ചായത്തുകളിൽ ഉള്ളതുപോലെ വ്യായാമത്തിനായി കൂടുതൽ ഉപകരണങ്ങൾ ഇവിടെ സജ്ജമാക്കണമെന്നും നാട്ടുകാർ പറയുന്നു. വിട്ടന്യൂസ് തിരുനാവായ. ലോഡ്ജിൽ വെച്ച് 2.58 ഗ്രാം സിന്തറ്റിക് മയക്കുമരുന്നായ MDMA-യുമായി കേബുരം താമരക്കുളം സ്വദേശിയായ ചെറുപുറക്കൽ ഹസ്കർ എന്നയാളെ താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രി 7:50-നാണ് താനുഷ് ബീച്ച് റോഡിലെ KV ടവർ ടൂറിസ്റ്റ് ഹോം എന്ന ലോഡ്ജിൽ പ്രതി മാരക മയക്കുമരുന്നായ MDMA വിൽപ്പന നടത്തുന്നതിനായി എത്തിയിട്ടുണ്ടെന്നുള്ള രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം സ്ഥലത്ത് ചെന്ന് പരിശോധന നടത്തുകയും പ്രതിയുടെ കൈവശത്തുനിന്ന് മയക്കുമരുന്ന് ഉൾപ്പെടെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. കോടതി മുൻപാകെ ഹാജരാക്കിയ പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പാർപ്പിച്ചിട്ടുണ്ട്. താനൂർ ഇൻസ്പെക്ടർ KT ബിജിത്താണ് കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. സബ് ഇൻസ്പെക്ടർ സുജിത്ത്, ASI നിഷ, CPO അനീഷ്, അനിൽകുമാർ, മുസ്തഫ, ബിജോയ്, പ്രബീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. വെട്ടന്യൂസ് താനൂർ. ഗാസയിൽ യുദ്ധവും വെടിനിർത്തലും തുടരുന്നതിൽ പുത്തൻതെരു വായനശാല പരിസരത്ത് കേബുരം VR നായനാർ സ്മാരക ഗ്രന്ഥശാല പ്രവർത്തകർ പ്രതിഷേധം രേഖപ്പെടുത്തി. കുട്ടികളും നാട്ടുകാരും വായനാശാല സഹയാത്രികരുമടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കാളികളായി. യുദ്ധവിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലി. പരിപാടി VC ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. P മാധവൻ അധ്യക്ഷത വഹിച്ചു. വിരമിച്ച അധ്യാപകരായ ശങ്കരൻ മാസ്റ്റർ, PP ബാലകൃഷ്ണൻ മാസ്റ്റർ, റിട്ടയർഡ് തഹസിൽദാർ TV രാമകൃഷ്ണൻ, നുസൈബ റഹീം എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥശാല സെക്രട്ടറി VV സത്യാനന്ദൻ സ്വാഗതവും ലൈബ്രറിയൻ ബബീന നന്ദിയും പറഞ്ഞു. വെട്ടം ന്യൂസ് താനൂർ. ശാന്തിഗിരി ആശ്രമം തെയ്യാല ബ്രാഞ്ചിൽ ശാന്തിഗിരി സാംസ്കാരിക വിഭാഗങ്ങളുടെ ഭാരവാഹികൾക്കായുള്ള പഠന ശിബിരം നടത്തി. സന്യാസിനിമാരുടെ നേതൃത്വത്തിൽ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ശാന്തിഗിരി ആർട്സ് ആൻഡ് കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് മേധാവി സ്വാമി ഗുരുസവിത് ജ്ഞാനതപസ്വി മുഖ്യപ്രഭാഷണം നടത്തി. മാതൃമണ്ഡലം ചീഫ് കോർഡിനേഷൻ ജനനി പൂജജ്ഞാന തപസ്വനി
സ്വാമി ജഗദ്രൂപൻ ജ്ഞാന തപസ്വി, സ്വാമി ആത്മധർമ്മൻ ജ്ഞാന തപസ്വി, ജനനി രേണുരൂപ ജ്ഞാന തപസ്വിനി, തെയ്യാല ആശ്രമം ഹെഡ് മുക്തചിത്തൻ ജ്ഞാന തപസ്വി, ഡെപ്യൂട്ടി ജനറൽ മാനേജർ പ്രമോദ് MP, ജില്ലാ മാനേജർ ചന്ദ്രശേഖരൻ PM, ചന്ദ്രൻ PM, ഉത്തമൻ, ലേഖ EK എന്നിവർ സംസാരിച്ചു. വെട്ടം ന്യൂസ് മലപ്പുറം. മലപ്പുറത്ത് നടത്തിയ വനിതാ കമ്മീഷൻ അദാലത്തിൽ 12 പരാതികൾ തീർപ്പാക്കി. വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണിയുടെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടത്തിയ അദാലത്തിൽ 45 പരാതികളാണ് പരിഗണിച്ചത്. 8 പരാതികളിൽ പോലീസ് റിപ്പോർട്ട് തേടി. 25 പരാതികൾ അടുത്ത അദാലത്തിൽ പരിഗണിക്കും. ലഭിച്ച പരാതികളിൽ കൂടുതലും ജോലിയിൽ വേതനം ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടവയാണെന്ന് കമ്മീഷൻ അംഗം പറഞ്ഞു. അഡ്വക്കേറ്റ് ഷീന തിരുവാലി, കൗൺസിലർ ഷെറിൻ, വനിതാ സെൽ പോലീസ് ഉദ്യോഗസ്ഥർ, വനിതാ കമ്മീഷൻ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. വെട്ടം ന്യൂസ് മലപ്പുറം. മന്ദാരം പബ്ലിക്കേഷൻസ് ലിറ്ററേച്ചർ ഓഫ് ലവ് സാഹിത്യ സംഗമവും 2 സാഹിത്യകൃതികളുടെ പ്രകാശനവും തൃശൂർ കേരള സാഹിത്യ അക്കാദമിയിൽ നടന്നു. പ്രാദേശിക ചരിത്രങ്ങളുടെ വിരലൊച്ച എന്നീ 2 കൃതികളുടെ പ്രകാശനമാണ് നടന്നത്. കേരളത്തിലെ 14 ജില്ലകളിലെയും പ്രാദേശിക ചരിത്രങ്ങൾ പറയുന്ന ഈ പുസ്തകം ചരിത്ര വിദ്യാർത്ഥികൾക്കും വായനക്കാർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്നതാണ്. പ്രാദേശിക ചരിത്രം എന്നത് കേവലം ഒരു ദേശീയ ചരിത്രരേഖ മാത്രമല്ല, ഒരു നിശ്ചിത ഭൂമിശാസ്ത്രപരമായ പ്രദേശത്തെ മുൻകാല സംഭവങ്ങളെക്കുറിച്ചുള്ള പഠനവും കൂടിയാണ്. എല്ലാം മനഃപൂർവ്വം മറക്കുന്ന സാമൂഹിക വ്യവസ്ഥകളുടെ കാലഘട്ടത്തിൽ എപ്പോഴും ഒരു ഓർമ്മക്കുറിപ്പായി ഈ പുസ്തകം നിലകൊള്ളുമെന്ന് മന്ദാരം ഡയറക്ടറും എഴുത്തുകാരനുമായ റഷീദ് വെന്നിയൂർ പറഞ്ഞു. ഇന്ന് നമ്മൾ എഴുതുന്ന വാക്കുകൾ ചിലപ്പോൾ 25 വർഷം കഴിഞ്ഞിട്ട് വളർന്നു വരുന്ന ഒരു കുട്ടി നമ്മളെ എഴുത്തുകാരായി കാണുമ്പോൾ അവരുടെ വേദിയിലേക്ക് നമ്മളെ ക്ഷണിച്ചുകൊണ്ട് നമ്മളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആ സദസ്സ് നമ്മളോട് ചോദിക്കുകയാണ്, മാഡം അല്ലെങ്കിൽ സാർ, നിങ്ങൾ എഴുതിയ ഈ രചനയുടെ ആ മാനദണ്ഡം എന്താണ്? അന്ന് നിങ്ങൾ എഴുതിയ ആ വാക്ക് എന്താണ്? എന്തായിരുന്നു നിങ്ങൾ അന്ന് ഉദ്ദേശിച്ചിരുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾ എഴുതിയത് എന്ന് ചോദിക്കപ്പെട്ടാൽ അതിന് കറക്റ്റായിട്ടുള്ള മറുപടി കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. സാഹിത്യ നിരീക്ഷക സത്യവതി മാരായത്ത് അമ്മയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ സാഹിത്യരംഗത്തെ പ്രമുഖരും കലാസാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലുള്ളവരും 100-ലേറെ എഴുത്തുകാരും കവികളും പങ്കെടുത്തു. ചലച്ചിത്രതാരം കൃപ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മവും പുസ്തക പ്രകാശനവും നിർവഹിച്ചു. സാഹിത്യം നല്ല സമൂഹത്തെയും സംസ്കാരത്തെയും വളർത്തിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു മേഖലയാണെന്ന് കൃപ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുകയും ചെയ്തു. പക്ഷെ അങ്ങനെയുള്ള സെലിബ്രേറ്റഡ് ആയിട്ടുള്ള റൈറ്റേഴ്സിനെ പോലും കേൾക്കാൻ തയ്യാറാവുന്നില്ല പുതിയ തലമുറ. അത് തീർച്ചയായിട്ടും എന്നിൽ ആശങ്ക, എന്നെ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ റഷീദൊക്കെ പറഞ്ഞു, നമ്മൾ നല്ലോണം എഴുതി തെളിഞ്ഞാലാണ്, അത് സെൽഫ് ക്രിറ്റിസിസമായിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്, നമ്മൾ എഴുതി തെളിഞ്ഞാലാണ് നമ്മളെ ഇനിയുള്ള തലമുറ കേൾക്കുള്ളൂ അല്ലെങ്കിൽ വായിക്കുള്ളൂ എന്നൊക്കെ. അത് അപ്പോഴും നമ്മൾ നമ്മളെ സ്വയം തിരുത്താനും പഠിക്കാനും നമ്മളൊന്നും ആരുമല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറാനും നമ്മുടെ ജനറേഷൻ തയ്യാറാണ്. പ്രാദേശിക ചരിത്രങ്ങളിലൂടെ എന്ന പുസ്തകം ചലച്ചിത്ര താരം കൃപ സുപ്രീം കോർട്ട് അഭിഭാഷകനായ ഷിയാസ് കുഞ്ഞിബാവയ്ക്ക് നൽകിയും വിരലൊച്ച എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം സിനിമാ പിന്നണി ഗായകൻ അബ്ദുൽ ഹക്ക്, തിരൂർ ജോയിന്റ് RTO ഷാജു ബക്കറിനും നൽകിയാണ് പ്രകാശനം ചെയ്തത്. കവിയും എഴുത്തുകാരനുമായ ഫ്രെഡി പൗലോസ്, കവിയത്രി ഷീന മനോജ് എന്നിവർ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തി. സാഹിത്യവും സംസ്കാരവും സഹജീവികളോടുള്ള സ്നേഹവും പുതുതലമുറയിൽ വളർത്തിക്കൊണ്ടുവരുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ലിറ്ററേച്ചർ ഓഫ് ലവ് എന്ന സന്ദേശ ഭാഷണത്തിൽ എഴുത്തുകാരി ബിസ്മി ശശിയും ചരിത്രവും സമകാലികവും എന്ന വിഷയത്തെക്കുറിച്ച് എഴുത്തുകാരി നഗീന നജീബും സംസാരിച്ചു. സാഹിത്യ നിരീക്ഷക പ്രസന്നകുമാരി മാരായത്ത്, ജേർണലിസ്റ്റ് റിയാദ് S ഖാൻ, ഡോക്ടർ ക്ലാരിസ് ടോമി, കവികളും എഴുത്തുകാരുമായ പാലോട്ട് ജയപ്രകാശ്, ശ്രീധരൻ കൊടിയത്ത്, സലീം പൊന്നാണി, ബീന റഷീദ്, പ്രേംകുമാർ ചുങ്കത്ത്, പത്മജ നടുവട്ടം എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. ഗായിക ഫിസാവി നജീബിന്റെ പ്രാർത്ഥനാഗാനത്തോടെ തുടക്കം കുറിച്ച പരിപാടിയിൽ കേരളത്തിന്റെ 14 ജില്ലകളിൽ നിന്നായി 100-ലേറെ എഴുത്തുകാരും സാഹിത്യകാരും പങ്കെടുത്തു. കവിയത്രിമാരായ ആതിരമോൾ മനോജ് സ്വാഗതവും നിഷാകുമാരി ടീച്ചർ നന്ദിയും പറഞ്ഞു. വെട്ടം ന്യൂസ്, തിരൂർ. ഇതോടെ ഈ വാർത്ത ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.